വളരെ മനോഹരമായ ഒരു കൊച്ചു സ്വപ്നം കണ്ട സുഖം നമുക്ക് സമ്മാനിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പല്ലവി മാസ്റ്റർ കമ്പോസ് ചെയ്തിരിക്കുന്നത്. കല്യാണി രാഗത്തിലാണ് എന്നുള്ളത് പിന്നീട് വരുന്നു. പക്ഷേ അത് കല്യാണി രാഗം എന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വപ്നത്തിൻ്റെ ആ സൗന്ദര്യം നമുക്ക് ഏറ്റവും കൂടുതൽ ആ പല്ലവിയിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കും. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റാൻഡ്സുകളിലേക്ക് വന്ന് അവസാനം ആഹിരി രാഗത്തിൽ വരെയും റൊമാൻറ്റിക്കായ തലങ്ങൾ മാസ്റ്റർ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പൂത്താലമേന്തിയ താരകൾ നിൽക്കുന്ന ക്ഷേത്രാങ്കണങ്ങൾ എന്നുള്ള ആ വരികളിൽ ശരിക്കും ഈ പറയുന്ന വെള്ളവസ്ത്രത്തിൻ്റെ വേറൊരു സ്വഭാവങ്ങൾ കാണിച്ചിട്ടുണ്ട്. കാരണം അത് ഭരതൻ ഒരു ഒബ്സഷൻ പോലെയാണ് ഭരതൻ ഈ വെളുപ്പിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്, വെളുപ്പിൻ്റെ ഒരു സ്വഭാവത്തെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ കാരണം ഏറ്റവും ഇരുട്ട് മൂടിയ വഴി, ഈ അമ്പലത്തിൻ്റെ ഇടനാഴിയായാലും മനകളുടെയും വീടുകളുടെ ഇടനാഴികളിൽ പോലും, അല്ലെങ്കിൽ നിറഞ്ഞ മണൽപ്പരപ്പിലൊക്കെ ഈ വെളുപ്പിൻ്റെ ഒരു സ്വഭാവത്തെ ഭരതൻ കൊണ്ടുവരുന്നത് മനോഹരമായിട്ടുള്ള ചിത്രീകരിച്ചിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. താരകൾ നിൽക്കുന്ന ക്ഷേത്രാങ്കണങ്ങളിലൂടെ, പൂത്താലമേന്തിയ താരകൾ നിൽക്കുന്ന ക്ഷേത്രാങ്കണങ്ങളിലൂടെ, എന്നെ മറന്നു ഞാൻ, എല്ലാം മറന്നു ഞാൻ, എന്തിനു ചുറ്റിപ്പറന്നു. ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിൽ ഉണ്ടായ ഒരു ചലച്ചിത്രമാണ് രതിനിർവേദം. കാവലത്തിൻ്റെ വരികളാണ് കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂശി എന്നുള്ള പാട്ട്. ശരിക്ക് ഒരു കാലത്തെ എന്നല്ല, ഏത് കാലത്തെയും അഡോൾസൻ പീരിയഡിൽ ഒരു ചെറുപ്പക്കാരന് സ്ത്രീ സൗന്ദര്യം അല്ലെങ്കിൽ സ്ത്രീ ശരീരം എന്ന് പറയുന്ന ഒരവസ്ഥയെ ഓടുള്ള ഒരു പ്രണയം, അതിങ്ങനെ ഒരു കാത്തിരിപ്പ്, ഒരു 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 അറിയാനുള്ളൊരു ത്വരയൊക്കെ വരുന്ന തരത്തിലേക്കുള്ള ഒരു സിനിമയാണത്. അത് എല്ലാ കാലത്തേക്കും മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ആൺകുട്ടിക്ക് ഒരു പെണ്ണിനോട് തോന്നാവുന്ന, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് തോന്നാവുന്ന, ഒരു പെണ്ണിന് ആണിനോട് തോന്നാവുന്ന തരത്തിലുള്ള ഒരു അടുപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിൻ്റെയൊക്കെ കഥകളുണ്ട്. ഇത് ശരിക്കും ആ ഒരു ശരിക്കും ഉള്ളിലുള്ള എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കലർന്ന സ്വഭാവം ഈ സിനിമയുടെ ഒരു പേസ് ഉണ്ടാക്കിയിട്ടില്ല. ആ പേസ് സത്യത്തിൽ ഈ സിനിമയുടെ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെയും നിലനിർത്തിക്കൊണ്ടുപോയിട്ടുള്ള ഒരു ചലച്ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പാട്ടിനും ആ പ്രത്യേകതയുണ്ട്. കാരണം കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂശി എന്ന് പറഞ്ഞാൽ ആ ഒരു വരികളിൽ പോലും ഈ പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂട്ടി, കണ്ണിൽ പൂത്തിരി കത്തി, ചിറകുമുളച്ചു പാറി നടന്നു. താളം ഇതാണ് താളം. കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂട്ടി, കണ്ണിൽ പൂത്തിരി കത്തി, ചിറകുമുളച്ചു പാറി നടന്നു. താളം ഇതാണ് താളം. താളം ഇതാണ് താളം. രതിനിർവേദം എന്ന സിനിമയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ്. കാരണം ഞാൻ സിനിമാ രംഗത്ത് വരാനുണ്ടായ ഒരു കാരണം ആ ചിത്രമാണ്. പത്മനാഭ സാറും ഭരതേട്ടനും കാരണമാണ് ഞാൻ രംഗത്ത് വന്നത് തന്നെ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഗാനമാണ്, ഞാൻ ടൈറ്റിൽ കഴിഞ്ഞ ഉടനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചില പ്രത്യേക സോങ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ വിരട്ടലൊന്നും അല്ലെങ്കിലും കൂടി വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് ഭരതേട്ടൻ എടുത്ത ഒരു ഗാനരംഗമാണ് കാലം കുഞ്ഞു മനസ്സിൽ എന്നുള്ള ഗാനം. കാവാലം സാർ എഴുതി, ദേവരാജ മാസ്റ്റർ സംഗീതം പറഞ്ഞ്, ജയചന്ദ്രൻ ചേട്ടനും നിലമ്പൂർ കാർത്തികേയൻ, എൻ്റെ ഗുരുനാഥനായ നിലമ്പൂർ കാർത്തികേയനും ചേർന്ന് ആലപിച്ച ഗാനമാണ്. കോറസും ഉണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ രതിനിർവേദത്തിലെ 4 ഗാനങ്ങളും 4 മനോഹരമായ ഗാനങ്ങളുണ്ട്. മൗനം എന്ന് പറഞ്ഞൊരു വളരെ ശോകഗാനം, തിരുതിരുമാരൻ കാവിൽ, ശ്യാമനന്ദന വനിയിൽ നിന്നും മാധുര്യമ്മ പാടിയത്. ഇതിൽ ശ്യാമനന്ദന വനിയിൽ നിന്നും പിന്നെ തിരുതിരുമാരൻ്റെ കുറച്ച് പോർഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം സത്യത്തിൽ പാട്ടിട്ടിട്ട് പിക്ചറൈസ് ചെയ്തതല്ലായിരുന്നു. കുറേ ഷോട്ടുകൾ ഭരതേട്ടൻ എടുത്തിട്ട് അത് കറക്റ്റായിട്ട് ആ പാട്ടിൻ്റെ BGM ആയിട്ടും പല ആ വരികളുമായിട്ടും യോജിക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുമായിരുന്നു സത്യത്തിൽ. അപ്പോൾ കാലം കുഞ്ഞു മനസ്സിൽ നിന്നുള്ള എൻ്റെ ആദ്യത്തെ ഷോട്ട് വരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലോ ആംഗിളിൽ നിന്ന് ഞാനിങ്ങനെ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ ഒരു മോളിൽ കൂടെ ഇങ്ങനെ ശരിക്കും ക്യാമറയിലേക്ക് ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു നായകൻ്റെ വരവ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇന്നൊക്കെ പറയാൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻട്രി ആയിട്ടാണ് എന്നെ ആ രംഗത്ത് ഭരതേട്ടൻ അവതരിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ ഭരതേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് പലരും ചെയ്യുന്നുണ്ട് അങ്ങനെ, മറ്റേ കുറേ ഷോട്ടുകൾ എടുത്തിട്ട് പിന്നെ അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് ഭരതേട്ടൻ്റെ അന്ന് തന്നെ 77-78 കാലഘട്ടത്തിൽ ഭരതൻ എന്നുള്ള മഹാനായ സംവിധായകൻ അദ്ദേഹം അന്ന് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ പാട്ടിലൂടെ എങ്ങനെയാണ് കുറേ ഷോട്ടുകൾ എടുത്തിട്ട് ആ
പാട്ടുമായിട്ട് അത് യോജിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള മനോഹരമായ രംഗമാണ് ഇത്. കുതിച്ചു തുള്ളി കുതിച്ചു പായും പദമുരചിതറും ഉള്ളിൽ കൊതിച്ചു മതിച്ചു തരിച്ച ജീവൻ കലവില വെച്ചു. കുതിച്ചു തുള്ളി കുതിച്ചു പായും പദമുരചിതറും ഉള്ളിൽ കൊതിച്ചു മതിച്ചു തരിച്ച ജീവൻ കലവില വെച്ചു. പിന്നെ കാലിടറാതെ വീണടിയാതെ കാലിടറാതെ വീണടിയാതെ നടവഴിയിലെഴും ഉള്ളിൻ കടമ്പയൊക്കെ തകർത്തു വരും ഈ ഉത്സവമേളം.